ഹൗ ടു ഗെറ്റ് എ ജോബ്, എങ്ങനൊരു നല്ല ജോലി സ്വന്തമാക്കണം. ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി തേടി നടക്കുന്ന ഒരു ഫ്രഷർ ആയിരിക്കാം. എന്നാൽ ഇതിനുള്ളൊരു കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന പലരോടും നിങ്ങൾ ചോദിച്ചിട്ടുമുണ്ടാവും. എന്നാൽ ഒരു കംപ്ലീറ്റ് ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ബട്ട് പേടിക്കേണ്ട, അതിനുള്ള കംപ്ലീറ്റ് സൊല്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ്. ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ടു ഫൈൻഡ് എ ജോബ് മുതൽ എന്തൊക്കെ ചെയ്യണം ടു ഗെറ്റ് എ ജോബ്, ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ മേക്ക് ഷുവർ യു വാച്ച് ദിസ് കംപ്ലീറ്റ് വീഡിയോ ആൻഡ് വെൽക്കം ടു പ്രോജക്റ്റ് എ. സോ ഇഫ് യു ന്യൂ ടു ദിസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം, കാരണം ഞാൻ ഇനിയും ഇതേപോലെ കുറേ നല്ല കോണ്ടൻറ്റ് ഇടുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഓൾ ദോസ് വീഡിയോസ്. ആൻഡ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി കണ്ടുപിടിച്ച വഴികളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ വഴികളിലൂടെയാണ് നിങ്ങൾക്ക് വർക്ക് ആവുക. കാരണം ഞാനൊരു 60 to 70 കമ്പനീസ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് അവസാനം എനിക്കൊരു കിട്ടിയൊരു നല്ല ഹൈ പേയിങ് ജോബാണ്. ഞാൻ ഇതിനിടയ്ക്ക് കുറേ പഠിച്ചു. ലൈക്ക് എങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് ഇരിക്കണം, എന്തൊക്കെ ചെയ്യണം ടു ഗെറ്റ് എ ജോബ് എന്നൊക്കെ ഞാൻ പഠിച്ചതാണ്. ആ ഒരു കാര്യം മൊത്തം ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അല്പം കൂടെ ഈസി ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. സോ ഇതിൻ്റെ ഫേസ് 1 എന്ന് പറയുന്നത് ജോബ് കണ്ടുപിടിക്കുക. സോ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് നിങ്ങൾക്ക് ജോബ് കണ്ടുപിടിക്കാനായിട്ട്? സോ നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങളിപ്പോൾ 4th ഇയർ അല്ലെങ്കിൽ 3rd ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമായിരിക്കും. സോ അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി കുറേ കമ്പനീസിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യ കമ്പനീസിന് അപ്ലൈ ചെയ്യാം. അധികം കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ കോളേജിൽ ലൈക്ക് ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ 5 പേര് 10 പേര് റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ കോമ്പറ്റീഷനോട് കുറവായിരിക്കും. സോ അത് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡാണ്. ഇനി അതല്ല, ഓഫ് ക്യാമ്പസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആണ്. യെസ്, നിങ്ങൾക്കിപ്പോൾ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് തരാം, ഒന്ന് സൈനപ്പ് ചെയ്ത് തരാം. കാരണം ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫോർ പ്രൊഫഷണൽസ്. നിങ്ങൾക്ക് പലതരം പ്രൊഫഷണൽസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ജോബ് ഓപ്പണിങ്സ് അറിയാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് റെഫറൻസ് കിട്ടാൻ അല്പം എളുപ്പമാണ്. ലൈക്ക് വൺസ് യു കമ്മ്യൂണിക്കേറ്റ്, നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ആൾക്കാരെ സഹായിക്കാൻ വില്ലിംഗ്ലി ഉണ്ട് ലിങ്ക്ഡിനിൽ. അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് മീഡിയം ടു അച്ചീവ് ദോസ് ഗോൾസ്. ഇതല്ല, ലിങ്ക്ഡിനിലല്ലാണ്ട് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനിയുടെ ഒഫീഷ്യൽ പേജിൽ കയറി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളുടെ റെസ്പെക്റ്റീവ് കമ്പനീസ് ഉണ്ടാവും. ആ റെസ്പെക്റ്റീവ് കമ്പനീസിൻ്റെ കരിയർ പേജിൽ പോയാൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പണിങ്സ് കാണാൻ പറ്റും. അതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഉള്ളത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടുകാർക്ക് അവർ വഴി റെഫറൽ വഴി കമ്പനിയിലൊക്കെ കയറാം. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ജോബ് കണ്ടുപിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇനി നിങ്ങൾ ജോബ് കണ്ടുപിടിച്ചു, അപ്ലൈ ചെയ്തു, ബട്ട് ആ ഒരു കമ്പനിക്ക് തോന്നണ്ടേ നിങ്ങളെ റിക്രൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് തോന്നണ്ടേ നിങ്ങളെ കമ്പനിയിൽ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നണം. സോ അങ്ങനെ തോന്നിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ഫേസ് 2, ഷോർട്ട് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ ഗെറ്റിംഗ് ഷോർട്ട് ലിസ്റ്റഡ്. സോ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ കമ്പനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യണം. സോ അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെസ്യൂമേ. ഒരു നല്ല റെസ്യൂമേ ഉണ്ടാക്കണം. സോ റെസ്യൂമേ പലതരം ഫോർമാറ്റ് ഉണ്ട്. ആൻഡ് ഓരോരുത്തരും പല എക്സ്പേർട്സും പറയുന്ന പലതരം ഫോർമാറ്റ് അവർ റെക്കമെൻഡ് ചെയ്യും. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പലതരം റെസ്യൂമേ ഫോർമാറ്റ് അപ്ലൈ ചെയ്തിട്ട് അവസാനം എനിക്ക് ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയ റെസ്യൂമേ ഫോർമാറ്റ്, അല്ലെങ്കിൽ എനിക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നിയ റെസ്യൂമേ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ കോളം റെസ്യൂമേ ഫോർമാറ്റാണ്. അതായത് കോളംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഞാൻ ലെഫ്റ്റും റൈറ്റും ഒരു കോളം സെപ്പറേറ്റ് ചെയ്യും. സോ ഈ റെസ്യൂമേ എങ്ങനെയാണെന്ന് വെച്ചാൽ, മേളിൽ മൊത്തം നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ കോൺടാക്ട്, നിങ്ങളുടെ ഹൈസ്റ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഓൾസോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് വർക്കിംഗ് പൊസിഷൻ, അങ്ങനെ എന്തെങ്കിലും, പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ, മെയിൽ ID, അങ്ങനത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെയാണ് മേളിൽ വരിക. ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ ആരാന്നുള്ളത്, അതായത് അബൌട്ട് യു, പിന്നെ നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എവിടെയൊക്കെ പഠിച്ച എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരും. കാരണം ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾ ആരാന്ന് ഒരാൾക്ക് അറിയാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ, ആ കമ്പനിക്ക് നിങ്ങൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് കമ്പനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് അറിയുന്ന ഒരു കോളമായിരിക്കും റൈറ്റ് സൈഡിൽ. അതിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾ വർക്ക് ചെയ്ത പ്രോജക്ട്സ്, നിങ്ങളുടെ അക്കാഡമിക് പ്രോജക്ട്സ്, ഇനി നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ പല ക്ലബ്സിലും ടീംസിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ഉണ്ടാവും. സോ അതിലൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നൊരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ എഴുതാം. സോ ഒരാൾ നിങ്ങളുടെ റെസ്യൂമേ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. മേളിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോ, ലെഫ്റ്റിൽ നിങ്ങൾ ആരാന്നുള്ളതും, റൈറ്റിൽ നിങ്ങൾ കമ്പനിയിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു ബേസിക്. അതാണ് എനിക്ക് കൂടുതൽ വർക്കൗട്ട് ആയത്. സോ അങ്ങനത്തെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, കാണുമെങ്കിൽ ഞാൻ ക്യാൻവയുടെ ലിങ്ക് താഴെ തരാം. കാരണം ഞാൻ റെസ്യൂമേ കണ്ടത് ക്യാൻവയിലാണ്. സോ എൻ്റെ ക്യാൻവയുടെ ലിങ്ക് ഞാൻ താഴെ തരാം. യു ക്യാൻ ചെക്ക് ഓൺ ടു ദാറ്റ്. സോ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇമെയിൽ. സോ ഒരു കമ്പനിക്ക് നിങ്ങൾ എന്തായാലും ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇമെയിൽ ആയിരിക്കും. സോ ഇമെയിൽ നിങ്ങളൊരു ഒരു ഇംപ്രസീവ് രീതിയിൽ ഇമെയിൽ ഉണ്ടാക്കണം. സോ ഇമെയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർ ഇംഗ്ലീഷിലായിരിക്കണം, ടെക്സ്റ്റ് ലാംഗ്വേജ് ഒന്നും പാടില്ല. സോ ഞാനിപ്പോൾ കുറേ ആയിട്ട് കാണാറുണ്ട്, ഇമെയിൽ അയക്കുന്നവരും ടെക്സ്റ്റ് ലാംഗ്വേജിലാണ് ഇമെയിൽ അയക്കുക. റിമെമ്പർ, നിങ്ങളൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിനാണ് മെയിൽ അയക്കുന്നത്. സോ ഓൾവേസ് മേക്ക് ഷുവർ നിങ്ങളുടെ ഇമെയിൽ എപ്പോഴും ഒരു കോർപ്പറേറ്റ് വേയിലും
ഒരു പ്രോപ്പർ ഇംഗ്ലീഷിലുമായിരിക്കുന്ന. സോ ഇനി മെയിലിൻ്റെ ഫോർമാറ്റ്സ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മതി. പലതരം മെയിൽ ഫോർമാറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റ്, ഒരു നല്ല ഇഷ്ടപ്പെടുന്ന കോർപ്പറേറ്റ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഫോർമാറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ പറയേണ്ട കാര്യങ്ങൾ, ബേസിക്കലി നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് കമ്പനിയിൽ കയറാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്ക് ആ കമ്പനിയിൽ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നിങ്ങൾ റിക്രൂട്ട് ചെയ്യണം, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾ പറയണം. സോ ബേസിക്കലി നിങ്ങൾ ആ കമ്പനീനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നല്ല മെയിൽ ഉണ്ടാക്കണം. ആൻഡ് അതിന് പലതരം ഫോർമാറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഗൂഗിളിൽ റെഡിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം. സോ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കമ്പനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫേസ് 3. ഈ ഫേസ് 3 എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള റൗണ്ടാണ്. അവിടെയാണ് മോസ്റ്റ് ഓഫ് ദം സ്ട്രഗിൾ. സോ ഫേസ് 3 എന്ന് പറയുന്നത് കമ്പനിയുടെ സെലക്ഷൻ പ്രോസസ്സാണ്. സോ ബേസിക്കലി ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക വെച്ചാൽ, ഫസ്റ്റ് വന്ന് അവരുടെ ടെസ്റ്റ് റൗണ്ട് ഉണ്ടാവും. സോ ടെസ്റ്റ് റൗണ്ട് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ടെക്നിക്കൽ ടെസ്റ്റ് റൗണ്ട് ഉണ്ടാവും, നോൺ ടെക്നിക്കൽ ഉണ്ടാവും. പിന്നെ വരുന്നത് മോസ്റ്റ്ലി ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും, GD. അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഇൻ്റർവ്യൂ റൗണ്ട്. നോൺ ടെക്നിക്കൽ ഇൻ്റർവ്യൂ റൗണ്ട് ഉണ്ടാവും, നോൺ ടെക്നിക്കൽ ഇൻ്റർവ്യൂ റൗണ്ട് ഉണ്ടാവും. ചില കമ്പനീസ് ചില ഇൻ്റർവ്യൂ റൗണ്ട് സ്കിപ്പ് ചെയ്യും, ജസ്റ്റ് ഒരു ബേസിക് ഇൻ്റർവ്യൂ റൗണ്ട് വയ്ക്കും. പിന്നെ വരുന്നതായിരിക്കും HR ഇൻ്റർവ്യൂ. മോസ്റ്റ്ലി ചില കമ്പനീസ് ചിലർ സ്കിപ്പ് ചെയ്യാറുണ്ട്, ചിലർ സ്കിപ്പ് ചെയ്യാറില്ല, ഡിപ്പെൻസ് ഓൺ ദ കമ്പനി. സോ ഇങ്ങനത്തെ 5 തരം റൗണ്ട്സാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഫസ്റ്റ് റൗണ്ട് എപ്പോഴും നടക്കാറുള്ളത് ടെസ്റ്റ് റൗണ്ടാണ്, ടെക്നിക്കൽ ടെസ്റ്റ് ആൻഡ് നോൺ ടെക്നിക്കൽ ടെസ്റ്റ്. ഈ നോൺ ടെക്നിക്കൽ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ, ആപ്റ്റിറ്റ്യൂഡ് വരും, ന്യൂമറിക്കൽ റീസണിങ് വരും, ലോജിക്കൽ തിങ്കിങ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആപ്റ്റിറ്റ്യൂഡിൽ വരിക. സോ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ പല സൈറ്റ്സ് അവൈലബിൾ ആണ്. സോ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാപ്രപ്പ്, ഈ സൈറ്റൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ പലതരം സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ സൈറ്റൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡിന് പ്രിപ്പയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്ന അങ്ങനത്തെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വരുന്ന ടെക്നിക്കൽ റൗണ്ട് ആയിരിക്കും. ടെക്നിക്കൽ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു അനലിസ്റ്റായിട്ട് റോളിന് അപ്ലൈ ചെയ്യുകയാണ്. എന്നാണ് അനലിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. സോ കമ്പനിക്ക് ഒരു സ്പെസിഫിക് റോളാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതെങ്കിൽ, അവർ ആ ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ജോബ് ഡെസിഗ്നേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. സോ മേക്ക് ഷുവർ ആ ജോബ് ഡെസിഗ്നേഷൻ എന്തൊക്കെയാണ് ആവശ്യം, ആ സ്കിൽസിനെ കുറിച്ചൊരു ടെക്നിക്കൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക് ആയിട്ട് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന് ആവശ്യം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനാണ് ആവശ്യം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിന് ആവശ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ ടെക്നിക്കൽ നോളജ് നിങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് വെക്കുക. കാരണം അതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. സോ അങ്ങനെ നിങ്ങൾ ടെക്നിക്കൽ റൗണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും. സോ ഗ്രൂപ്പ് ഡിസ്കഷൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സോഷ്യൽ ടോപ്പിക്ക്, റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വരും. അതിനെക്കുറിച്ച് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുക. നിങ്ങൾ പറയുന്ന ഒരു നല്ല നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ മെത്തേഡും ആൻഡ് ഓൾസോ ഒരു നല്ല പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓബ്വിയസ്ലി GD ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് വേയിൽ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് GD നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇൻ്റർവ്യൂ റൗണ്ട്. സോ ഇൻ്റർവ്യൂ റൗണ്ട് പലർക്കും പലതരമാണ്. സോ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ച എക്സ്പീരിയൻസ് ഞാൻ പറയാം. സോ ബേസിക്കലി കമ്പനീസ് ഇൻ്റർവ്യൂ നടത്താൻ നേരത്തെ നിങ്ങൾക്ക് വരുന്ന ഇൻ്റർവ്യൂവർ നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. യെസ്, നിങ്ങളുടെ സ്കില്ലെന്ന് പറയുന്നത് മേ ബി 70 അല്ലെങ്കിൽ 60% ഉണ്ടാവും. ബാക്കിയുള്ള നിങ്ങളുടെ ഓപ്പോസിറ്റിലുള്ള ഇൻ്റർവ്യൂയുടെ മെൻറ്റാലിറ്റിയും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും അനുസരിച്ചാണ് നിങ്ങൾക്കൊരു ജോലി കിട്ടുക. സോ എൻ്റെ ഫ്രണ്ടൊക്കെ ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ നേരത്ത് പുള്ളിക്കാരനോട് ബിരിയാണി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും ഫുട്ബോൾ മാച്ചസിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, കേൾക്കുമ്പോൾ ഒരു കോമഡി ആണെങ്കിലും ഇതൊക്കെയാണ് ഒബ്വിയസ്ലി ടെക്നിക്കലിനെ കുറിച്ച് ചോദിക്കും. ബട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൽ വരുന്ന റാൻഡം ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കും. സോ ഇൻ്റർവ്യൂവിൽ ബേസിക്കലി നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യണം ദാറ്റ് യു ആർ എലിജിബിൾ ഫോർ ദാറ്റ് പൊസിഷൻ. അല്ലെങ്കിൽ ആ കമ്പനി നിങ്ങളെ റിക്രൂട്ട് ചെയ്താൽ ദേ വുഡ് ബി ബെനിഫിറ്റഡ് എന്ന് അവർക്ക് തോന്നണം. സോ ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ് മെയിൻ. സോ മേക്ക് ഷുവർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് ഒബ്വിയസ്ലി ആവശ്യമുള്ള കാര്യമാണ്. സോ ടെക്നിക്കൽ നോളജ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉണ്ടാവണം. നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ മതി. ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇൻ്റർവ്യൂ റൗണ്ടിൽ ചിലരൊക്കെ ചോദിക്കുന്നത് റെസ്യൂമേ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ റെസ്യൂമേലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചാൽ തന്നെ പകുതി ഓവറാണ്. നിങ്ങൾക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ റെസ്യൂമേലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ 3. ആൻഡ് ഓൾസോ ഓപ്പോസിറ്റിലുള്ള ആൾ വന്നിട്ട് നമ്മളും കംഫർട്ടബിൾ ആയിരിക്കണം. അയാൾ ചോദ്യം ചോദിക്കാൻ നേരത്ത് ഒരു ഓക്വേർഡ്നെസ് ഒന്നും തോന്നാണ്ട് വി ഷുഡ് ബി കംഫർട്ടബിൾ. ഐ നോ ആൻസൈറ്റി ഒക്കെ ഉണ്ടാകും, എല്ലാവർക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബട്ട് അതൊരു ഫസ്റ്റ് 2-3 ഇൻ്റർവ്യൂവിനേ ഉള്ളൂ. സോ നിങ്ങൾ കുറച്ച് ഇൻ്റർവ്യൂവിന് ഇരുന്ന് കഴിയുമ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ ടെൻഷൻ പയ്യെ മാറും. ആൻഡ് ഞാൻ ഫോളോ ചെയ്തൊരു പോളിസി ആയിരുന്നു KKPP. നമ്മുടെ സിനിമയിൽ കേട്ടാൽ കിട്ടി പോയാൽ പോയി. സോ ഡോണ്ട് മൈൻഡ്, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പെർഫോം ചെയ്യുക. അങ്ങനെ ഇൻ്റർവ്യൂ റൗണ്ട് ചെയ്ത് ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഒക്കെ റൗണ്ട് ക്ലിയർ ചെയ്ത് വരുന്ന HR ഇൻ്റർവ്യൂ ആയിരിക്കും. HR ഇൻ്റർവ്യൂ മോസ്റ്റ്ലി അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിന് ബേസിക് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ മതി. ആൻഡ് ഓൾസോ
കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ അഗെയിൻ. മര്യാദയ്ക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം മതി, യുവർ ജോബ് വുഡ് ബി ഡൺ. സോ ഇത്രേ ഉള്ളൂ ഒരു ജോലി കിട്ടാനായിട്ട്. ദ തിങ് ഈസ് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ് ആക്ച്വലി. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പ്ലേസ്മെൻറ്റിന് ഇരുന്നു അല്ലെങ്കിൽ ജോബിന് കുറേ അപ്ലൈ ചെയ്തപ്പോൾ തുടക്കത്തിൽ കിട്ടിയത് മൊത്തം റിജക്ഷൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് എന്നെ ആദ്യത്തെ കമ്പനീസ് കുറേ റിജക്ട് ചെയ്ത് തന്നെ ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. സോ റെസ്യൂമിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്തു. ആപ്റ്റിറ്റ്യൂഡ് റൗണ്ടിൽ ഞാൻ പലതിനും ഫെയിൽ ആയിട്ടുണ്ട്, അങ്ങനെ തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സോ തിങ് ഇസ് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യണം, അല്ലാണ്ട് വേറെ ഇതിന് ഒരു വഴിയില്ല. ഞാനിപ്പോൾ ഇതിനുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു. സോ നിങ്ങൾക്കിപ്പോൾ അറിയാം നിങ്ങളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്യും എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഞാനൊരു ബേസിക് ഐഡിയ തന്നു, നിങ്ങളിനി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ടെക്നിക്കൽ നോളജിനെ കുറിച്ച് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനത്തെ ആൻഡ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഈ മൂന്നിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്താൽ ഒബ്വിയസ്ലി എൻ്റെ ഒരു അറിവിൽ നിങ്ങൾക്ക് ഒരു ഫ്രഷർ ആണെങ്കിൽ പോലും ഒരു 50 to 60K സാലറി മിനിമം ഒരു ജോബിൽ നിങ്ങൾക്ക് എന്തായാലും കയറാൻ പറ്റും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഓൾ ദീസ് തിങ്സ് ആൻഡ് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഒബ്വിയസ്ലി പ്ലേസ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങാറായി. ലൈക്ക് ജൂലൈ മാസം അവസാനിക്കാറായി പ്ലേസ്മെൻറ്റ്സ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും എനിക്ക് തോന്നണം. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ലേൺ, have fun. So signing off, bye bye, and also subscribe ചെയ്യാൻ മറക്കല്ലേ. Bye.